السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 134 ബാബുൽ ഖസ്ർ 3 പേജ് 185. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. والأول من غير الحقيقي تخصيص أمر بصفة دون صفة أخرى أو مكانها. والأول ഒന്നാമത്തത് أي قصر الموصوف على الصفة من غير الحقيقي. غير حقيقي നിന്നുള്ള حقيقي അല്ല من غير الحقيقي ഹഖീഖിയ് അല്ലാത്തതിൽ നിന്നുള്ള മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ഖസറാക്കൽ, അതാണ് ഒന്നാമത്തത്. അതാണെന്ന് മുമ്പ് പറഞ്ഞു. അത് തഖ്സീസു അംരിൻ ബി സിഫത്തിൻ ദൂന സിഫത്തിൻ ഉഖ്റ ഔ മക്കാനഹ. അപ്പോൾ ഇളാഫിയായ ഖസറിൽ നിന്ന് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ഖസറാക്കൽ തഖ്സീസു അംരിൻ, മുത്തക്കല്ലിമ് ഒരു കാര്യത്തിനെ, അതായത് ഒരു മൗസൂഫിനെ. ഇവിടെ ഖസർ ഒന്നിരിക്കൽ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ ഖസറാക്കൽ അല്ലെങ്കിൽ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ഖസറാക്കലാണല്ലോ. അപ്പൊ തഖ്സീസു അംരി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ മുത്തക്കല്ലിമ് ഖാസാക്കലാണ്, അഥവാ ഒരു മൗസൂഫിനെ മുത്തക്കല്ലിമ് ഖാസാക്കലാണ്, പ്രത്യേകമാക്കലാണ്. ബിസിഫത്തിൻ, ഒരു സിഫത്ത് കൊണ്ട് പ്രത്യേകമാക്കലാണ്. ദൂന സിഫത്തിൻ ഉഖ്റ, മറ്റൊരു സിഫത്തിനെയും വിട്ട് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക. ഔ മക്കാനഹ, അല്ലെങ്കിൽ മറ്റൊരു സിഫത്തിന്റെ സ്ഥാനത്ത് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക. ഐ തഖ്സീസു അംരിൻ, മുത്തക്കല്ലിമ് ഒരു കാര്യത്തിനെ ഖാസാക്കലാകുന്നു, പ്രത്യേകമാക്കലാകുന്നു. ബിസിഫത്തിൻ, ഒരു സിഫത്ത് കൊണ്ട് പ്രത്യേകമാക്കലാകുന്നു. മക്കാന സിഫത്തിൻ ഉഖ്റ, മറ്റേ സിഫത്തിന്റെ സ്ഥാനത്ത്. അതായത് ഖസ്ർ കൽബാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഖസ്ർ ഇഫ്റാദ്. അപ്പോൾ ഒന്നാമത്തത് തഖ്സീസു അംരിൻ ബിസിഫത്തിൻ ദൂന സിഫത്തിൻ ഉഖ്റ ഔ മക്കാനഹ ആകുന്നു. മുത്തക്കല്ലിമ് ഒരു കാര്യത്തിന് അഥവാ ഒരു മൗസൂഫിനെ ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക, മറ്റേ സിഫത്തിനെയും വിട്ടുകടന്നിട്ട് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക, അല്ലെങ്കിൽ മറ്റേ സിഫത്തിന്റെ സ്ഥാനത്ത് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക എന്നതാകുന്നു. വസാനി, രണ്ടാമത്തത് ഐ ഖസ്റു സിഫത്തി അലൽ മൗസൂഫി, സിഫത്തിനെ മൗസൂഫിന്റെ മേൽ ഖസ്റാക്കൽ. മിൻ ഗൈരിൽ ഹഖീഖി, ഗൈർ ഹഖീഖിയിൽ നിന്നുള്ള സിഫത്തിനെ മൗസൂഫിന്റെ മേൽ ഖസറാക്കൽ, അതായത് ഇളാഫിയായ ഖസറിൽ നിന്ന് സിഫത്തിനെ മൗസൂഫിന്റെ മേൽ ഖസറാക്കൽ. തഖ്സീസു സിഫത്തിൻ, മുത്തക്കല്ലിമ് ഒരു സിഫത്തിനെ പ്രത്യേകമാക്കലാണ്. ബി അംരിൻ, ഒരു കാര്യം കൊണ്ട്, അതായത് ഒരു മൗസൂഫ് കൊണ്ട്. ദൂന അംരിൻ ആഖറ, മറ്റൊരു മൗസൂഫിനെയും വിട്ടുകടന്നിട്ട് ഒരു മൗസൂഫ് കൊണ്ട് ഖാസാക്കുക. ഔ മക്കാനുഹു, അല്ലെങ്കിൽ മറ്റേ മൗസൂഫിന്റെ സ്ഥാനത്ത്. ഇതാണ് രണ്ടാമത്തത്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? മറ്റൊരു സിഫത്തിനെയും വിട്ട് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക, അല്ലെങ്കിൽ മറ്റൊരു സിഫത്തിന് സ്ഥാനത്ത് ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക. രണ്ടാമത്തത് ഒരു സിഫത്തിനെ മുത്തക്കല്ലിമ് പ്രത്യേകമാക്കുക മറ്റൊരു കാര്യം കൊണ്ട്, അല്ല ബി അംരിൻ ഒരു കാര്യം കൊണ്ട്, ദൂന അംരിൻ ആഖറ മറ്റൊരു കാര്യത്തിനെയും വിട്ട്. അതില്ലാതെ ഇത് മാത്രം, അതായത് ഖസ്ർ ഇഫ്റാദാണത്. ഔ മക്കാനുഹു, അല്ലെങ്കിൽ മറ്റേ മൗസൂഫിന്റെ സ്ഥാനത്ത്. വ ഖൗലുഹു, മുസന്നിഫിന്റെ ഖൗല്. ദൂന ഉഖ്റ എന്ന് പറഞ്ഞ കൗല്,
ദൂന ഉഖ്റാന്ന് കിതാബിൽ പറഞ്ഞല്ലോ മത്തനില്. ഒന്നാമത്തോടത്താണത്. ദൂന ഉഖ്റാന്ന് പറഞ്ഞത് മറ്റൊരു സിഫത്തിനെയും വിട്ട്, അത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത്. അപ്പൊ ദൂന ഉഖ്റ എന്ന് പറഞ്ഞത് ദൂന സിഫത്തിൻ ഉഖ്റ എന്നുള്ളോടത്ത സിഫത്ത് ഷറഹാണ്. അത് കിതാബിലും സിഫത്തിന്റെ മുകളിലും വരണ്ട് എന്ന് മാത്രം. മത്തനില് ദൂന ഉഖ്റാന്നേ ഉള്ളൂ. അതാണ് ഖൗലുഹു ദൂന ഉഖ്റ എന്ന് പറഞ്ഞത്. ദൂന സിഫത്തിൻ ഉഖ്റ എന്നുള്ളോടത്ത് സിഫത്ത് ഷറഹാണ്, അതിന്റെ മുകളിലുള്ള വര വെട്ടണം. അപ്പോ ദൂന ഉഖ്റ എന്ന് പറഞ്ഞ കൗല് മഅനാഹു, അതിന്റെ മഅന മുത്തജാവിസൻ, ആ മുത്തക്കല്ലിബ് തന്നെ വിട്ടുകിടക്കുന്നവനായ നിലയിൽ, അനിസിഫത്തുൽ ഉഖ്റ, മറ്റേ സിഫത്തിനെയും വിട്ടുകിടക്കുന്നവനായ നിലയിൽ എന്നാണ്. അപ്പൊ എന്താവും അർത്ഥം? തഖ്സീസു അംദിൻ, ഒരു കാര്യത്തിനെ മുത്തക്കല്ലിമ് ഖാസാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൗസൂഫിനെ ബി സിഫത്തിൻ, ഒരു സിഫത്ത് കൊണ്ട് ഖാസാക്കുക. ദൂര സിഫത്തിൻ ഉഖ്റ, ആ മുത്തക്കല്ലിമ് തന്നെ മറ്റേ സിഫത്തിനെയും വിട്ടുകടന്നവനായ നിലയിൽ. കാരണം അതിന്റെ മഅന മുത്തജാവിസൻ അനി സിഫത്തിൽ ഉഖ്റ എന്ന് പറഞ്ഞത്, മുത്തജാവിസൻ അനി സിഫത്തിൽ ഉഖ്റ, മറ്റേ സിഫത്തിനെയും വിട്ടുകടന്നവനായ നിലയിൽ. ഫഇന്നൽ മുഖാത്തബ, മുഖാത്തബ് ഇഅ്തഖദ, അവൻ വിശ്വസിച്ചു, ഇസ്തിറാഖഹു, ഈ മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചു. ഉദാഹരണം ചെയ്ത് ഫീ സിഫത്തൈനി, രണ്ട് സിഫത്തിൽ മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചു. അതായത് സെയ്ദ് കാത്തിബുമാണ് ഷാഇറുമാണ് എന്ന് വിശ്വസിച്ചു. വൽ മുത്തക്കല്ലിമു, മുത്തക്കല്ലിമാകുന്നത് യുഖസ്സിസുഹു, സെയ്ദിനെ പ്രത്യേകമാക്കുന്നു, ആ അമ്രിനെ, അതായത് സെയ്ദിനെ, മൗസൂഫിനെ, ബി ഇഹ്ദാഹുമ, രണ്ടാളൊരു സിഫത്ത് കൊണ്ട് ഖാസാക്കുന്നു. വയതജാവസു, അവൻ വിട്ടുകടക്കുന്നു, അനിൽ ഉഖ്റ, മറ്റേ സിഫത്തിനെയും വിട്ടുകടക്കുന്നു. മഅന ദൂന, ദൂനന്റെ മഅന ഫിൽ അസ്ലി, അസ്ലിൽ ദൂനന്റെ മഅന അദ്നാ മക്കാനും മിന ശൈഇന, ഒരു ഷൈഇനെ അപേക്ഷിച്ച് താഴ്ന്ന സ്ഥലം. അപ്പോ ഒരു വസ്തുവിന്റെ താഴ്ഭാഗത്തുള്ള സ്ഥലം, അതിനാണ് ദൂനന്റെ അസ്ല് മഅന. യുക്കാലു പറയപ്പെടും, ആദാ ദൂന ദാക്ക, ഇത് മറ്റേതിന്റെ താഴെയാണ്. താഴ്ന്ന സ്ഥലത്തിന്, അല്പം താഴ്ന്ന സ്ഥലം. എപ്പോഴാണ് ഇത് അതിനേക്കാൾ താഴ്ന്നത് എന്ന് പറയല്? ഇത് അസ്ലിയായ മഅനയാണ് ഈ പറയുന്നത്. ഇതാക്കാന, ഈ ഹാദ എന്ന് പറഞ്ഞത് ഇത് ആയാൽ, അഹത്ത മിന്നു, മറ്റതിനേക്കാൾ താഴ്ന്നതായാൽ, ഹിസ്സിൽ താഴ്ന്നതായാൽ, ഖലീലൻ, അല്പം താഴ്ന്നതായാൽ. അപ്പോ മഹ്സൂസായ മക്കാന, മഹ്സൂസായ മക്കാനിലാണ് ഈ ദൂരനെ ഉപയോഗിക്കുന്നത്. അസ്ലിൽ മറ്റൊരു മക്കാനിനേക്കാൾ താഴ്ന്ന സ്ഥലം, അതാണ് ദൂനിന്റെ അസ്ലിയായ മഅന. അപ്പോൾ ഹാദാ ദൂനദാക്ക, ഈ സ്ഥലം മറ്റേ സ്ഥലത്തിനേക്കാൾ അല്പം താഴെയാകുന്നു. ഇതാണ് ദൂനിന്റെ അസ്ലിയായ മഅന, അല്പം താഴെയാകുന്നു. ഹാദാ, ഈ സ്ഥലം, ദൂനദാക്ക, മറ്റേതിന്റെ അല്പം താഴെയാണ്. സുമ്മസ്തുഈറ, പിന്നെ ഈ ദൂനെന്ന ലഫ്ളിനെ ഇസ്തിആറത്ത് ചെയ്യപ്പെട്ടു. അതായത് ആ മഅനയിൽ നിന്ന് നഖ്ല് ചെയ്തു എന്നുമാവാം, അല്ലെങ്കിൽ ഇസ്തിആറത്ത് നടത്തി. ഇസ്തിആറത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത് മഅനവിയായ മക്കാനാണ്. മഅനവിയായ മക്കാനിനെ
മഹ്സൂസായ മക്കാനിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയായ മഹ്സൂസായ മക്കാനിനെ പറഞ്ഞിട്ട് മുശബ്ബഹിനെ ഉദ്ദേശിക്കുക. റഅയ്തു അസദൻ എന്ന് പറയും പോലെ റജുലു ശുജാഇനെ അസദിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിനെ പറഞ്ഞു, എന്നിട്ട് മുശബ്ബഹ് ഉദ്ദേശിക്കുക. അപ്പോൾ മഅനവിയായ മക്കാനിനെ മഹ്സൂസായ മക്കാനിനോട് തശ്ബീഹാക്കി എന്നിട്ട് ആ മുശബ്ബഹ് ബിഹി പറഞ്ഞ് മുശബ്ബഹിനെ ഉദ്ദേശിക്കുക. അതായത് മഹ്സൂസായ മക്കാനിനെ പറഞ്ഞിട്ട് മഅനവിയായ മക്കാനിനെ ഉദ്ദേശിക്കുക. അങ്ങനെ ഇസ്തിആനത്ത് തസ്രീഹിയത്തും ആവാം, അത് നഖലും ആവാം. ആദ്യം പറഞ്ഞ മഅനയിൽ നിന്ന്, അതായത് മഹ്സൂസായ മക്കാനിൽ നിന്ന് നഖൽ ചെയ്ത് മഅനവിയായ മക്കാനിൽ ഉപയോഗിച്ചു, അങ്ങനെയും ആവാം. സുബ്ബസ്തുഈറ, പിന്നെ ഈ ദൂനിനെ ഇസ്തിആനത്ത് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടി? ലിത്തഫാവുത്തി, അല്ലേ? ലിത്തഫാവുത്തി ഫിൽ അഹ്വാലി വറുത്തബി, സ്ഥാനങ്ങളിലും അവസ്ഥകളിലുമുള്ള ഏറ്റവ്യത്യാസത്തിന് വേണ്ടി ഇസ്തിആനത്ത് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരാള് മറ്റേ ആളേക്കാൾ സ്ഥാനം കമ്മി, അപ്പോ എന്താവും? ഹാദാ ദൂനതാക്ക, ഇദ്ദേഹം മറ്റേ ആളേക്കാൾ സ്ഥാനത്താൽ താഴെയാണ്, അല്ലാതെ സ്ഥലത്തിൽ താഴെയാണെന്നല്ല, സ്ഥാനത്താൽ താഴെയാണ്, അവസ്ഥയാൽ താഴെയാണ് എന്ന് രണ്ടാമത് അതിന് ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടു. ഒന്നാം മഅനയിൽ നിന്ന് ഈ രണ്ടാം മഅനയിലേക്ക് നഖൽ ചെയ്തതുമാവാം, അല്ലെങ്കിൽ രണ്ടാം മഅനയെ മഅനവിയായ മക്കാനിനെ അഹ്വാലു റുത്തബിലുള്ള തഫാവുത്ത്, അതാണ് രണ്ടാം മഅന. ആ രണ്ടാം മഅനയെ ഒന്നാം മഅനയോട് തശ്ബീഹാക്കി, അതായത് മഅനവിയായ മക്കാനിനെ മഹ്സൂസായ മക്കാനിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയായ മഹ്സൂസായ മക്കാനിനെ പറഞ്ഞു, എന്നിട്ട് മഅനവിയായ മക്കാനിനെ ഉദ്ദേശിക്കുക. പിന്നെ മൂന്നാമത് എന്ത് ചെയ്തു? സുമ്മത്തുസിഅ ഫീഹി, പിന്നെ അതിൽ വിശാലത ചെയ്യപ്പെട്ടു. ഈ രണ്ടാം മഅനയിൽ ഉപയോഗിച്ചതിന് ശേഷം പിന്നൊന്ന് വിശാലമായ അർത്ഥം കൊടുത്തു. അങ്ങനെ വസ്തുഅ്മില, ഈ ദൂരിനെ ഇസ്തിഅ്മാൽ ചെയ്യപ്പെട്ടു. ഫീ കുല്ലി തജാവുസി ഹദ്ദിൻ ഇലാ ഹദ്ദിൻ, ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും ഇതിൽ നിന്ന് മറ്റതിലേക്ക് വിട്ടുകിടക്കുക. അപ്പോൾ ഒന്നാം മഅനയിലും അല്ല, രണ്ടാം മഅനയിലും അല്ല, ഒരു മൂന്നാം മഅനയിൽ അതിനെ ഇസ്തിഅ്മാൽ ചെയ്തു. ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് വിട്ടുകിടക്കുക. അവിടെ മഹ്സൂസായ മക്കാനും മുറാദില്ല, മഅനവിയായ മക്കാനും മുറാദില്ല. ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക. ആ മഅനയാണ് ഇവിടെ ഉദ്ദേശം. ഈ മൂന്നാം മഅനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിഫത്തിനെ മാറ്റി മറ്റൊരു സിഫത്ത്, അല്ലെങ്കിൽ ഒരു മൗസൂഫിനെ മാറ്റി മറ്റൊരു മൗസൂഫ്. അതാണ് ഫസ്തുഅ്മില ഫീ കുല്ലി തജാവുസി ഹദ്ദിൻ ഇലാ ഹദ്ദിൻ, ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും. വതഖത്തി ഹുക്മിൻ ഇലാ ഹുക്മിൻ, ഒരു ഹുക്മിൽ നിന്ന് മറ്റൊരു ഹുക്മിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും. രണ്ടും ഒന്ന് തന്നെ. ഒലി ഖായിലിൻ അൻ യഖൂല, ഒരു ഹുക്മിൽ നിന്നൊരു മറ്റൊരു ഹുക്മിലേക്ക് വിട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ, ഹുക്കുമു എന്നതുകൊണ്ട് മഹക്കൂമ് ബിഹിയും ഉദ്ദേശിക്കാം, മഹക്കൂമ് അലൈഹിയും ഉദ്ദേശിക്കാം. അപ്പൊ ഒരു മഹക്കൂമ് ബിഹിയിൽ നിന്ന് മറ്റൊരു മഹക്കൂമ് ബിഹിയിലേക്ക് വിട്ടുകിടക്കുക, അത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത്. അല്ലെങ്കിൽ ഒരു മഹക്കൂമ് അലൈഹിൽ നിന്ന് മറ്റൊരു മഹക്കൂമ് അലൈഹിലേക്ക് വിട്ടുകിടക്കുക, അത് സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നിടത്ത്. മനസ്സിലായല്ലോ? ഒരു ഹുക്മിൽ നിന്ന് മറ്റൊരു ഹുക്മിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ
ഒരു മഹക്കൂമു ബിഹിയിൽ നിന്ന് മറ്റൊരു മഹക്കൂമു ബിഹിയിലേക്ക് വിട്ടുകിടക്കുക. അതായത് സെയ്ദ് കായിമാണ് എന്ന് ആര് മനസ്സിലാക്കി? സെയ്ദ് കായിമാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ കായിമല്ല, കായിദാണ്. അപ്പൊ ഒരു മഹക്കൂം ബിഹിയിൽ നിന്ന് മറ്റൊരു മഹക്കൂം ബിഹിയിലേക്ക്. അല്ലെങ്കിൽ കായിമ് സെയ്ദ് മാത്രമാണെന്ന് മനസ്സിലാക്കിയവനോട് സെയ്ദല്ല അമ്രാണ്. അപ്പൊ ഒരു മഹക്കൂം അലിയിൽ നിന്ന് മറ്റൊരു മഹക്കൂം അലിയിലേക്ക് വിട്ടുകിടക്കും. കടക്കൽ എന്നതുണ്ടായല്ലോ. അതാ അത് കസർ ഇഫ്രാദിലും കസർ കൽബിലും ആ വിട്ടുകിടക്കലുണ്ട്. സെയ്ദ് കായിമുമാണ്, കായിദുമാണ്. കായിദല്ല, കായിമ മാത്രമാണ്. അല്ലെങ്കിൽ സെയ്ദ് കായിമാണ്, കായിമല്ല എന്ന് മനസ്സിലാക്കിയവനോട് കായിമാണ്, കായിദല്ല എന്ന് മനസ്സിലാക്കിയവനോട് കായിദാണ്, കായിമല്ല. അവിടെയും വിട്ടുകിടക്കലുണ്ടായി. അത് രണ്ടു സ്ഥലത്തും കസർ ഇഫ്രാദിലും കസർ കൽബിലും ഒരു മഹക്കൂമു ബിഹിയിൽ നിന്ന് മറ്റൊരു മഹക്കൂമു ബിഹിയിലേക്ക് വിട്ടുകിടന്നു. അല്ലെ കായിമ് സെയ്ദുമാണ് അമ്രു ആണെന്ന് മനസ്സിലാക്കിയവനോട് അമ്രല്ല സെയ്ദാണ്, അത് കസർ ഇഫ്രാദില്. അല്ലെങ്കിലോ കായിമ് സെയ്ദ് മാത്രമാണ് അമ്രല്ല എന്ന് മനസ്സിലാക്കിയവരോട് അമ്രാണ് സെയ്ദല്ല, അത് കസർ കൽബില്. അതാണ് ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും, ഒരു ഹുക്മിൽ നിന്ന് മറ്റൊരു ഹുക്മിലേക്ക് വിട്ടുകിടക്കുന്ന എല്ലാത്തിലും ഇതിനുപയോഗിച്ചു. അപ്പോൾ ഒരു മഹക്കൂമ് ബിഹിയിൽ നിന്ന് മറ്റൊരു മഹക്കൂമിയിലേക്ക് വിട്ടുകിടക്കുക, ഒരു മഹക്കൂമ് അലിയിൽ നിന്ന് മറ്റൊരു മഹക്കൂമ് അലിയിലേക്ക് വിട്ടുകിടക്കുക. ഹുക്മി എന്ന ഉപയോഗം രണ്ടിലും ഇസ്തിമാൽ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് വിട്ടുകിടക്കുക, ഒന്ന് മാറ്റി മറ്റൊന്ന്. ഇനി ഒരു കായിലിൻ അയ്യക്കൂല, ഒരു പറയുന്ന ആൾക്ക് പറയാം. എന്ത് പറയാം? ഇന്നുരീദ ബി കൗലിഹി, മുസന്നിഫിന്റെ കൗല് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ ദൂന ഉഖ്റ, മറ്റേ സിഫത്തിനെ കൂടാതെ എന്ന് പറഞ്ഞു. ഓ ദൂന ആഖറ, മറ്റേ മൗസൂഫിനെ കൂടാതെ. ഇത് രണ്ടും മുസന്നിഫിന്റെ കൗലിൽ ഉള്ളതാണല്ലോ. അല്ലേ? തഖ്സീസു അംദിൻ ബി സിഫത്തിൻ ദൂന ഉഖ്റ, തഖ്സീസു സിഫത്തിൻ ബി അംദിൻ ദൂന ആഖറ എന്ന് മത്തനിലുണ്ട്. അപ്പൊ ഇന്നുരീദ ബി ഖൗലിഹി ദൂന ഉഖ്റ ദൂന ആഖറ, അവിടെ ദൂന സിഫത്തിൻ വാഹിദത്തിൻ, മറ്റേ ഒരു സിഫത്തിനെയും വിട്ട് എന്നാണ് ഉദ്ദേശമെങ്കിൽ, ദൂന സിഫത്തിൻ വാഹിദത്തിൻ ഉഖ്റ, മറ്റൊരു സിഫത്തിനെയും വിട്ട്, മറ്റേ ഒരു സിഫത്തിനെയും വിട്ട്, ഓ ദൂന അന്തിം വാഹിദിൻ ആഖറ, ആഖറായ മറ്റു ഒരു കാര്യത്തിനെ കൂടാതെ, ഒരു കാര്യത്തിനെയും വിട്ട് എന്നാണോ ഉദ്ദേശമെങ്കിൽ, അപ്പോൾ എന്തായി? സയ്യിദ് മുത്തക്കല്ലിം ഉദ്ദേശിക്കുന്നത് എന്താണ്? കായിമല്ല, കായിദാണ്. സിഫത്തിന്റെ മൗസൂഫിനെ കസറാക്കുന്നോടത്ത് സിഫത്തിന്റെ മേൽ. അല്ലെങ്കിൽ സയ്യിദാണ്, അമ്രല്ല, അത് സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നോടത്ത്. അത് ഒരു സിഫത്തിനെ കൂടാതെ, ഒരു മൗസൂഫിനെ കൂടാതെ എന്നാണെങ്കിൽ ഫഖദ് ഖറജ, പുറപ്പെട്ടു, അന്താലിക്ക, ഈ നിർവചനത്തിൽ നിന്ന് പുറപ്പെട്ടു. ഫഖദ് ഖറജ അന്താലിക്ക, അല്ലേ? ഈ നിർവചനത്തിൽ നിന്ന് പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? മാ ഇദഅ്തഖദൽ മുഖാത്തബു, മുഖാത്തബ് വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു. ഇഷ്തിറാക മാ ഫൗഖൽ ഇസ്നൈനി, രണ്ടിൽ അധികമുള്ള ഒന്നിൽ
ഒരു കാര്യം കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു. ഇഷ്തിറാക്കമാ ഫൗക്കൽ ഇസ്നൈനി ഒരു കാര്യം, ഇഷ്തിറാക്കമാ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിഫത്ത് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു ഫൗക്കൽ ഇസ്നൈനി രണ്ടിൽ അധികമുള്ള ഒന്നിൽ. അവിടെ വിശാലമായ അർത്ഥം വെക്കണം. ഇഷ്തിറാഖ് അതായത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത് എങ്ങനെ വെക്കണം? ഇഷ്തിറാക്കമാ ഒരു മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചു ഫൗക്കൽ ഇസ്നൈനി രണ്ടിലധികമുള്ള സിഫത്തിൽ എന്നായി. ഇഷ്തിറാക്കമാ ഒരു മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു. മായിദത്തക്കതൽ മുഖാത്തബ് വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു. ഇഷ്തിറാക്കമാ ഒരു മൗസൂഫ് കൂറാകലിനെ ഫൗക്കൽ ഇസ്നൈനി രണ്ടിലധികമുള്ള സിഫത്തിൽ. ഇനി അത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്താണ് ആ അർത്ഥം. ഇനി സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നിടത്തോ ഇഷ്തിറാക്കമാ ഒരു മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു. ഇഷ്തിറാക്കമാ എന്ന് പറഞ്ഞ ഒരു സിഫത്ത്, ഒരു മൗസൂഫല്ല, ഒരു സിഫത്ത് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു ഫൗക്കൽ ഇസ്നൈനി രണ്ടിലധികമുള്ള മൗസൂഫിൽ. അപ്പോൾ എങ്ങനെയായി അർത്ഥം? ഇഷ്തിറാക്കമാ ഒരു മൗസൂഫ് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു ഫൗക്കൽ ഇസ്നൈനി രണ്ടിലധികമുള്ള സിഫത്തിൽ. അത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത്. ഇനി ഇഷ്തിറാക്കമാ ഒരു സിഫത്ത് കൂറാകലിനെ വിശ്വസിച്ചാലുള്ള ഒന്ന് പുറപ്പെട്ടു ഫൗക്കൽ ഇസ്നൈനി രണ്ടിലധികമുള്ള മൗസൂഫിൽ. അങ്ങനെയാണ് അർത്ഥം. കൗലിന നമ്മുടെ കൗല് പോലെ. ഉദാഹരണം ഇതാ പറയുന്നത്, മാ സയ്യിദുൻ സയ്യിദല്ല ഇല്ലാ കാത്തിബുൻ, കാത്തിബ് അല്ലാതെയല്ല, സയ്യിദ് കാത്തിബ് മാത്രമാണ്. ലിമൻ ഒരാളോട്, ഇഅ്തഖദഹു ആ സയ്യിദിനെ അവൻ വിശ്വസിച്ചു, കാത്തിബൻ വ ഷാഇറൻ വ മുനജ്ജിമൻ, കാത്തിബും ഷാഇറും മുനജ്ജിമുമാണെന്ന് വിശ്വസിച്ചു. അങ്ങനത്തെ ഒരാളോട് സയ്യിദ് കാത്തിബ് മാത്രമാണ്. ഇവിടെ സയ്യിദ് 3 സിഫത്തിൽ കൂറായി 2 സിഫത്തിൽ കൂറായി എന്നാ വിശ്വസിച്ചത്. അല്ല, 3 സിഫത്തിൽ കൂറായി എന്നാ വിശ്വസിച്ചത്. സയ്യിദ് കാത്തിബുമാണ്, പിന്നെ ഷാഇറുമാണ്, മുനജ്ജിമുമാണ്. ഇങ്ങനത്തെ ഒരാളോട് സയ്യിദ് കാത്തിബ് മാത്രമാണെന്ന് പറയുമ്പോൾ എന്തായി അതിനർത്ഥം? ഷാഇറുമല്ല മുനജ്ജിമുമല്ല എന്നാണല്ലോ. സയ്യിദ് ഷാഇറുമല്ല മുനജ്ജിമുമല്ല. കസർ ഇഫ്രാദിലുള്ള ദൂന ഇട്ട് പറയുന്നത്. അതിനെ കൂടാതെ അതിനെയും വിട്ട് ഇത് മാത്രം, അത് കസർ ഇഫ്രാദിലാണ്. അപ്പോൾ സയ്യിദ് കാത്തിബുമാണ്, ഷാഇറുമാണ്, മുനജ്ജിമുമാണെന്ന് വിശ്വസിച്ച ഒരാളോട് സയ്യിദ് കാത്തിബ് മാത്രമാണ്. അപ്പൊ ആരല്ല? ഷാഇറുമല്ല, മുനജ്ജിമുമല്ല. അപ്പോൾ 2 സിഫത്തിനെയും വിട്ട് ഒരു സിഫത്തിനെ പ്രത്യേക ഖാസാക്കി. അതുപോലെ അത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്താണത്. പിന്നെ കൗലിന നമ്മുടെ കൗല് പോലെ, മാ കാത്തിബുൻ ഇല്ലാ സയ്യിദുൻ, കാത്തിബ് സയ്യിദല്ലാതെയല്ല, സയ്യിദ് മാത്രമാണ്. ലിമൻ ഒരാളോട്, ഇഅ്തഖദ അവൻ വിശ്വസിച്ചു, എന്ത്? അൽ കാത്തിബ കാത്തിബിനെ, സയ്യിദൻ വ അംറൻ വ ബക്കറൻ, സയ്യിദും അംറും ബക്കറുമാണെന്ന്. അങ്ങനത്തെ ഒരാളോട് എന്ത് പറയാ? അങ്ങനത്തെ ഒരാളോട് പിന്നെ സയ്യിദ് കാത്തിബ് സയ്യിദ് മാത്രമാണ്. അപ്പൊ അംറിനെയും ബക്കറിനെയും വിട്ടുകിടന്നല്ലോ. 2 സിഫത്തിനെയും വിട്ട് ഒരു സിഫത്തിനെ പ്രത്യേകമാക്കി. അപ്പോൾ ഏത് മാന പറ്റൂല?
ദൂന സിഫത്തിൻ വാഹിദത്തിൻ നുഹറ എന്നത് വെക്കാൻ പറ്റൂല, ദൂന അംദിൻ വാഹിദിൻ ആഖറ എന്ന മാനയും വെക്കാൻ പറ്റൂല. കാരണം അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഈ ഇഅ്തിഖാദ് ചെയ്തവൻ ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. മറ്റു ഒരു സിഫത്തിനെ കൂടാതെ അല്ലെങ്കിൽ മറ്റു ഒരു മൗസൂഫിനെ കൂടാതെ എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മൗസൂഫിനെ കൂടാതെയും രണ്ട് സിഫത്തിനെ കൂടാതെയുമാണല്ലോ ഇവിടെ ഉള്ള ഈ ഇഅ്തിഖാദ് ചെയ്തോടത്ത്. അപ്പൊ ഇത് പുറത്തു പോകേണ്ടി വരും. പിന്നെ അപ്പോൾ ആ മാന പറ്റൂല എന്നായി. ഒരു സിഫത്തിനെ കൂടാതെ ഒരു മൗസൂഫിനെ കൂടാതെ എന്ന മാന ഇവിടെ ഒക്കുകയില്ല എന്ന് മനസ്സിലായി. ഇനി വൈനുരീദ അഅമ്മമിനൽ വാഹിദി വഗൈരിഹി, വാഹിദല്ലാത്തതിനേക്കാൾ ആമായ മാനയാണോ ഉദ്ദേശമെങ്കിൽ അപ്പൊ സെയ്ദ് കാത്തിബ് മാത്രമാണ്, വേറെ ഒരു സിഫത്തും ഇല്ല. കാത്തിബ് സെയ്ദ് മാത്രമാണ്, വേറൊരു മൗസൂഫും ഇല്ല എന്നാണോ ഉദ്ദേശമെങ്കിൽ ഫഖദ് ദഖല ഫീ ഹാദ തഫ്സീരി, ഈ തഫ്സീറിൽ കടക്കുകയും ചെയ്യും അൽ ഖസ്റുൽ ഹഖീഖിയു, ഹഖീഖിയായ ഖസ്ർ കടക്കും. വക്കദാ ഇങ്ങനെ തന്നെയാണ് അൽ കലാമു അലാ മക്കാരിൻ നുഹറ വ മക്കാരിൻ ആഖറ, മറ്റൊരു സിഫത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു മൗസൂഫിന്റെ സ്ഥാനത്ത് അവിടെയും ഇതേ പ്രകാരം തന്നെയാണ് കലാമ്. അവിടെ എങ്ങനെയാണ് കലാമ് വന്നത്? അവിടെ ഇപ്പം മാ സെയ്ദുൻ ഇല്ലാ കാത്തിബ്, ഈ ഉദാഹരണം തന്നെ എടുക്കാലോ. സെയ്ദ് കാത്തിബ് മാത്രമാണ്, ഖസ്ർ കൽബായിട്ടാ പറയുന്നത്. അതായത് സെയ്ദ് കാത്തിബല്ല ഷായിറും മുനജ്ജിമുമാണെന്ന് മനസ്സിലാക്കി. ആദ്യം പറഞ്ഞത് സെയ്ദ് കാത്തിബും ഷായിറും മുനജ്ജിമുമാണെന്ന് വിശ്വസിച്ചവനോടാ. അതുപോലെ തന്നെ കാത്തിബ് സെയ്ദും അമ്രും ബക്കറും മൂന്നാളാണെന്ന് വിശ്വസിച്ചവനോടാ. ഇനി പറയുന്നത് ഖസ്ർ കൽബി, സെയ്ദ് കാത്തിബ് മാത്രമാണെന്ന് ആരോടാ പറയുന്നത്? കാത്തിബല്ല ഷായിറും മുനജ്ജിമുമാണ് എന്ന് മനസ്സിലാക്കിയവനോട്. ഷായിറും അല്ല മുനജ്ജിമും അല്ല, നീ മനസ്സിലാക്കിയതുപോലെ അല്ല, നിന്റെ ഹുക്കുമിനടം മറിച്ചിടുകയാണ് ഇവിടെ മുത്തക്കല്ലിമ്, കൽബ് ചെയ്യാണ്. ഷായിറും അല്ല മുനജ്ജിമും അല്ല, കാത്തിബ് മാത്രമാണ്. അതുപോലെ തന്നെ കാത്തിബ് സെയ്ദിനെ പറ്റി, അതെ, കാത്തിബ് സെയ്ദല്ല അമ്രും ബക്കറുമാണെന്ന് മനസ്സിലാക്കിയവനോട് അമ്രു അല്ല ബക്കറും അല്ല സെയ്ദ് മാത്രമാണ്. അവിടെയും രണ്ട് സിഫത്തിനെ കൂടാതെയും രണ്ട് മൗസൂഫിനെ കൂടാതെ രണ്ട് സിഫത്തിന്റെ സ്ഥാനത്താണ് ഒരു സിഫത്തിനെ അവിടെ സുബൂത്താക്കിയത്. അതുപോലെ തന്നെ രണ്ട് മൗസൂഫിന്റെ സ്ഥാനത്താണ് ഒരു മൗസൂഫിനെ സാബിത്താക്കിയത്. അതാണ് വഖദൽ കലാമു അലാ മക്കാരിൻ നുഹറ വ മക്കാരിൻ ആഖറ. അതാണ് ഇവിടെയുള്ള ഒരു കായിലിന് പറയാറുള്ളത്. അതിന് മറുപടി ദസൂഖയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഷിക്കിനെയാണ് ഇവിടെ മുഖ്താറാക്കിയിരിക്കുന്നത്. അതായത് ഒരു സിഫത്തിനെ കൂടാതെ ഒരു മൗസൂഫിനെ കൂടാതെ എന്നല്ല. പിന്നെന്താണ് ഇവിടുത്തെ ഉദ്ദേശം? മറ്റ് സിഫത്തുകളെ കൂടാതെ മറ്റു മൗസൂഫുകളെ കൂടാതെ, അതാണ് അർത്ഥം. അപ്പൊ പിന്നെ ഖസ്ർ ഹഖീഖി കടക്കും എന്നാണ് അവിടെയുള്ള ഇഅ്തിറാദ്. അത് ഖസ്ർ ഹഖീഖിയില് ഈ ഗൈറു മദ്കൂറിനെ മുജ്മലായിട്ടാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖസ്ർ ഇളാഫിയില് മുഫസ്സലുമായിട്ടാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദാഹരണം, സെയ്ദ് ഷായിറുമല്ല മുനജ്ജിമുമല്ല കാത്തിബ് മാത്രമാണ്. അപ്പൊ ഷായിറുമല്ല മുനജ്ജിമുമല്ല, ഇനി വേറെ എന്തെങ്കിലും സിഫത്തുകൾ ഉണ്ടെങ്കിൽ അതുമല്ല, പിന്നെന്താ കാത്തിബ് മാത്രമാണ്. ഈ ഗൈറു മദ്കൂറിനെ തഅയീൻ ചെയ്യുന്നുണ്ട് ഏത്? ഖസ്ർ ഇളാഫിയിൽ. രണ്ടാം ഷിക്കിനെ മുഖ്താറാക്കുക എന്ന് പറഞ്ഞാൽ വാഹിദ് എന്ന മുറാദ് ഇവിടെ ഇല്ല. ഒരു സിഫത്തിനെ കൂടാതെ ഒരു മൗസൂഫിനെ കൂടാതെ എന്ന മുറാദ് ഇവിടെ ഇല്ല. മറ്റ് സിഫത്തുകളെ കൂടാതെ മൗസൂഫുകളെ കൂടാതെ. അപ്പോൾ ഖസ്ർ ഹഖീഖി ഇതിൽ ദാഖിലാകുമല്ലോ എന്ന ഇഅ്തിറാദിനുള്ള മറുപടി, ഖസ്ർ ഇളാഫിയിൽ ഈ ഗൈറു മദ്കൂർ
മുഅയ്യനാണ്, മുജ്മലല്ല. ഖസ്ദ് ഹഖീഖിയിൽ ഗൈറു മദ്കൂർ മുജ്മലാണ്, മുഅയ്യനല്ല. അതാണ് അതിനുള്ള മറുപടിയും.